ഹേ ഹലോ ഗൈസ്, എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ ഏത് എപ്പിസോഡിൽ നിന്ന് ഞാൻ മറന്നുപോയി. ഇന്നും ഞാൻ മറന്നുപോയി ആയിട്ടാണ്. അപ്പം നമുക്ക് മൈനിങ് ഏരിയ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് എന്തുണ്ടാക്കണം? ഇതിൻ്റെ ബാക്കി ചെയ്തില്ല അല്ലേ? ഞാൻ പൊട്ടാന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. പൊട്ടിച്ചത് ഫുള്ള് ശരിയാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. എന്തായാലും 14 ഗ്ലാസ് ഉണ്ട് നമ്മൾക്ക്. വെറും 14 ഗ്ലാസ്. ഇത് തോന്നുന്നത് മതിയാവുമായിരിക്കും. മതിപ്പം സെറ്റ്. നൈറ്റ് ആയിട്ടില്ല, നാല് പറഞ്ഞ് നൈറ്റ് ആയിട്ടില്ല. അത് പൊട്ടിക്കണം, നോക്കട്ടെ. നമുക്ക് ഇത് പൊട്ടിക്കേണ്ടി വരും. ഇതിൽ കൂടി നമുക്ക് ഈ ഒരു വഴി നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു വഴി നമുക്ക് ഒഴിവാക്കാം. ഇത് മാറ്റിയിട്ട് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ആക്കേണ്ടി വരും. എന്തായാലും ഇത് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ബാക്കി നമ്മളിത് ഇത് വെച്ചിട്ട് നമുക്കിത് അടച്ചിട്ട് വേറെന്ന് വെച്ചിട്ട് ഓക്കെ ഇത് വെച്ചിട്ട് ഇവിടെ തുറക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് അവിടെ പോയി അടക്കാം. അങ്ങനെയുണ്ട്. പോയിട്ട് നമുക്ക് നോക്കാം. എല്ലാവർക്കും പോറാക്കാം. നമ്മളൊന്ന് ഗ്ലാസ് ആക്കട്ടെ ഇതിൻ്റെ നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി ഇവിടെ നിന്നാണ്ട് ഈ മരെല്ലാം വളർന്ന് അവെല്ലാം നാടെ ചെറുത് തുറന്ന്, പിന്നെ ഇവിടെ ഒന്ന് വളർന്ന് അവിടെ നിന്ന് വളർന്നിട്ടുണ്ട്. അത് നമ്മൾ നട്ട തന്നെയാണ്. പിന്നെ അതല്ല നമ്മുടെ മുമ്പിൽ വളർന്നിട്ടുണ്ട്. മുമ്പിൽ കണ്ട ഒരു സെറ്റപ്പല്ലേ, സെറ്റ് വീടല്ലേ. ഇങ്ങനെ ഒരു വീട് ഇടാം. പക്ഷേ ലുക്ക് കിട്ടണ ഞാൻ മുകളിൽ കൂടെ ആക്കി ലുക്ക് കിട്ടും. കുറച്ചും കൂടി ഒരു പറയാ എന്തോ വേറെ ലുക്കുണ്ട്. അത് കിട്ടണമെങ്കിൽ അതന്നെ നമുക്ക് ഇവിടുന്നൊരു ഇത് അതല്ല, ഇവിടെ ഒന്ന് ഞാൻ അറിയാണേന്ന് വെച്ചിട്ടുണ്ട്. എവിടെ അത് ഞാൻ ഈ ഭാഗത്തുനിന്ന് വെച്ചത്. ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അത് താഴത്തെ മുറിക്കാം. മുറിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്കൊരു വുഡൻ വുഡൻ ആക്സൽ ഉണ്ടാകാറുണ്ട്. അത്യാവശ്യം ബ്രോ എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നോക്കല്ലേ വെച്ചിട്ട് പോവാം. നമുക്ക് മുറിച്ച് മാറ്റുമ്പോൾ സമയോടെ ഓതാൻ തരുകയാണ്. അവളെ ഇത് ഞാൻ വിളിക്കുന്നു. അതുകൊണ്ടാവുന്നില്ല ഞാൻ പിന്നെ പട്ടുപിടി നോക്കി വിടാണ്ട് കഷ്ടനാണ്. വെറുതെ അടക്കണ്ടെന്ന് ഇപ്പം വിചാരിക്കുന്നതിന് ഇത്ര മതിയായിരിക്കും. ഇത്ര മതിയില്ലേ? അതുകൊണ്ട് നമുക്ക് പിന്നെ ആക്കാം. ഫസ്റ്റ് എന്ത് ഫുള്ളതും ഇതാക്കട്ടെ. ഇരുവണമാണല്ലേ?
നമുക്ക് ഗൈസ് അടാ ഇവിടെ ഒന്നുണ്ടോ തൊട്ട് ഗ്ലാസ് ആക്കുമ്പോൾ നമുക്ക് പോയിട്ട് മൈനിങ് ചെയ്താലോ ശരിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ഗ്ലാസ് ആവട്ടെ ഐറ്റം കാണാം. ഇത് നമുക്ക് ലേഖ അടുപ്പിക്കണം. നിങ്ങൾ ലേഖ അടുപ്പിച്ച് കണ്ടീഷനാവും അതായിട്ട് കാണാം. ഗ്ലാസ് ആയിട്ട് നമുക്ക് ഇതെല്ലാം വെച്ച് ഓറാക്കാം. നമുക്ക് ഈർത്തം വരെ വെച്ചാലോ കഴിക്കുന്നത്. ഇവിടം വരെ വെച്ചാലോ ഇവിടം വരെ ഇത് നമുക്ക് ഇപ്പം വെക്കണമല്ലോ വരുന്നതായിക്ക് വെക്കണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ മാത്രം വെക്കാം. കുറച്ച് നമുക്ക് ഇവിടെ വെക്കാം. കുറച്ച് വീട് വെക്കാം. അതിനുശേഷം ഇവിടെ കുറച്ച് വെച്ചാൽ ബസ്സിലാക്കാം. ഇത് ഫുള്ളായിട്ട് കാണാം. ഫുൾ ഗ്ലാസിൻ്റെ കുറച്ച് ഈർത്തമ്പര ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ആക്കാം. ബസ്സില്ലാത്ത ഇതാണ്. എന്തായാലും നമുക്കിതെടുത്തിട്ട് ഇവിടെ വെക്കാം. നമുക്ക് വെച്ചിട്ട് സമ്പലയുടെ വെക്കാം. ഇത് ആവശ്യമുണ്ട്. ഇതും ആവശ്യമുണ്ട്. നമ്മൾ ഇതും ആവശ്യമുണ്ട്. ഇതിവിടെ കിടക്കട്ടെ. ഇത് ആവശ്യമില്ല. ഒരു ഇത് വേണ്ട. ഇത് വേണ്ട. കുക്കടി ചിക്കൻ വേണം. പിന്നെ എത്ര വേണ്ട. ഒരു കുക്കടി ചിക്കൻ മാത്രം മതി. വേറെ സാധനം വേണ്ട. ഇതും കൊണ്ട് ഇതാ മതി ഗൈസ്. നമുക്ക് തുടങ്ങാൻ അതാണ് ഗൈസ്. ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ ചെറുതായിട്ടൊരു പ്രശ്നം ഞാൻ തീർത്തിരിക്കുന്നു. ഇനി ഒരു പ്രശ്നമില്ലാതെ നമുക്ക് അടിക്കാം. നമുക്ക് പറഞ്ഞാൽ ഞാൻ എവിടെ നിർത്തിന്ന് വെച്ചാൽ എടുത്തല്ലേ തന്നെ എന്താ പറയാ. മറ്റേ മൈനിങ് ചെയ്യണം. മറ്റേ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങുള്ള വലിയ സെറ്റപ്പൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇവിടുന്ന് നടക്കട്ടെ. നമ്മളിവിടെ രണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. വേറെ സെറ്റപ്പൊന്നുമില്ല. മോനെ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ചിക്കൻ ഫാം ഉണ്ടാക്കണം. സെറ്റപ്പാക്കാം. നമുക്ക് എന്ത് സെറ്റപ്പാക്കാനുണ്ട്. നമുക്ക് ഇവിടെ വെക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളൊന്ന് കുറച്ച് നോക്കട്ടെ. കുറച്ച് മൈനിങ് ചെയ്യാനുണ്ട്. നമുക്ക് ഇതിലൂടെ വെച്ചിട്ട് നമുക്ക് ബാക്കി മൈനിങ് ചെയ്യാം. കുറച്ചെത്തിട്ട് കൈസത്തിലാണ് കോള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായിട്ടും എന്തെങ്കിലും കോളാണോ അല്ലെങ്കിൽ ഇനി നമ്മളെ പറയാം എന്തെങ്കിലും കോളാണെങ്കിലോ അല്ലെങ്കിൽ അയണാണെങ്കിലോ എന്താ ഗൈസ് അങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട്. ഗൈസിൻ്റെ പേരെന്താണെന്ന് എന്താ പറഞ്ഞാ ഡാറ്റ് അങ്ങനെ സംഭവം കിട്ടി നമുക്ക് നമ്മൾ പറയാം. കാണാം. ഗൈസിൻ്റെ ഫസ്റ്റ് അല്ല കുറച്ചായി രണ്ടാമത്തെ കോളായിട്ടാണ് ഗൈസ്. കൂൾ എത്ര ഉണ്ട് കോള് നമുക്ക് ഇപ്പം വല്ല ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറേ ഉണ്ടാവുമായിരിക്കും. ഇപ്പം ആവശ്യമില്ല. നമുക്ക് എപ്പോൾ ഇങ്ങനെ പോവാം.
ഫാസ്റ്റ് അങ്ങനെ കാണിച്ചത്. ഫാസ്റ്റ് ആക്കണം കുറച്ച് നമുക്ക് കാണാം. ഗൈസ് നമ്മൾ കഴിഞ്ഞതിലും ഇതേപോലെയാണ് കുറച്ചെത്തുമ്പോൾക്ക് ഫുള്ള് മറ്റേ ഞാൻ പറയുന്നത് ദേഷ്യം പിടിക്കുന്നത് അന്നോ ഇന്നോ എല്ലാം ഒരേപോലെ തന്നെ ഗൈസ്. അത് പിടിക്കണ്ടൊക്കെ കുഴപ്പ് എന്തിനു വേണ്ടേ ഞാനിത്. ഗായ്സ് നമ്മളെവിടെയോ എത്തി. നമുക്കിങ്ങനെ പോവാ വേണ്ടേ മുമ്പ് കുറച്ച് തിടുന്നതിന് മുമ്പ് എൻ്റെ പഠിച്ചോനെ എടാ പൊട്ടാ വെച്ചിട്ട് കുറച്ച് പോട്ടെ എന്തൊരു എന്ത് വടിയായിട്ടും ഞാൻ ഉദ്ദേശിച്ച എല്ലാ ദിവസവും ഞാൻ പോകണ്ട പ്രാന്ത്. നോക്കണ്ട ഉണ്ണി കിട്ടൂല. പറയുന്നുണ്ട് ഞാൻ ഈ സ്ഥലം ഒഴിവാക്കിയാൽ മതിയായിരുന്നു. കുറച്ചങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് എടുത്തത് ഇവിടെ അല്ലേ, ഇവിടുന്ന് കുറച്ചാണ് ഒന്ന് ഇങ്ങോട്ട് പോയിട്ട് അങ്ങ് പോയിട്ട് നമുക്ക് കാണാം ഐസ്. കുറച്ച് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇത് വെച്ചിട്ട് ഇനി ബാക്കി നമുക്ക് താഴോട്ട് നടക്കാം. താഴോട്ട് പോവാം. ഇപ്പോൾ നല്ലൊരു സ്ഥലം ഉണ്ടാവണേ, ഒന്നുമില്ലാത്ത നല്ല അടിപൊളി സ്ഥലം ഉണ്ടാവണേ. ഒരു കേവെങ്കിലും മതിയേ. പിന്നെ പോവാ ഗൈസ്. എൻ്റെ പിക്കാക്സ് പൊട്ടിയിരിക്കുന്നു. ഇവിടെ വെച്ചിട്ട് പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. പിക്കാക്സ് ബ്രോ ഇത്രയുണ്ടല്ലോ നമ്മുടെ സാധനം. ഫസ്റ്റ് വുഡൻ ആക്സ് വെച്ചിട്ട് ഇതാക്കി ഇനി നമുക്ക് അങ്ങനെ പോവാം. ഇത് മറ്റേതല്ല എന്താ പറയുക, പിന്നെ ഓരോ സീറ്റുകളും മറ്റു കാണിക്കുന്നു ഇല്ലേ. എന്തെങ്കിലുമായിട്ട് ഇത് അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അറിയേ എടാ എന്തുവാടാ ഭ്രാന്തി. ഇവിടെ വെച്ചേക്കാം. കുറച്ചത്തിരി കാണാൻ കൊണ്ടു. പിന്നെ നമുക്ക് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടിട്ടുണ്ട്. മറ്റേ ലൈറ്റർ ആക്കണ്ടേ ഒന്ന്. എൻ്റെ പടക്കം മറ്റേ അടിക്കണ്ടല്ലോ, ദേഷ്യം പിടിക്കണ. രണ്ടാമത്തെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എന്താ പറയുക, ഫ്ലിന്റ് ആൻഡ് സ്റ്റീലാ എന്താ പേരുണ്ടെങ്കിൽ സ്റ്റീലല്ല, സോറി ഫ്ലിന്റ് അല്ലേ എനിക്ക് പറയല്. ഞാൻ മുകളിലേക്കൊന്നും നോക്കുന്നത് ഏതാ പ്രശ്നം, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരേ നോക്കണ്ടാവും. ഞാൻ വെറുതെ ഒന്ന് ആക്കി നോക്കിയത്.
ഗായ്സ് ഫസ്റ്റ് നമ്മളെ എന്താ പറയുക, ഞാൻ മറന്നുപോയി, നമ്മളെ എന്തിനാ തന്നെ അയൺ കിട്ടിയിരിക്കുന്നു. സന്തോഷം കൊണ്ടൊക്കെ നിൽക്കാനില്ല. അതുപോലെ 200 പേര് പറയല്ലേ, കുറേ ഊക്ക് കിട്ടി വന്നു. അങ്ങനെ പറയും നിങ്ങൾ. ഞാൻ ഊക്ക് കിട്ടി മതിയായത് നമുക്ക് ഭ്രാന്ത്. ഇഷ്ടം പോലെ ഉണ്ടോ. ഞാനൊരു സമ്മതം ഇത്രയില്ലേ, ഇത് അത്രയൊന്നുമില്ല ശരിക്കും. ബ്രോ നമ്മളെവിടെ നിർത്തിയേ പൊട്ടിച്ച്. ഇതന്നെ മറ്റേ സ്ഥലം. ഇങ്ങനെ പോയി കുറച്ചെത്തി. വീഡിയോ കുറച്ച് ലോങ് ആയി പോയി നമുക്ക് തോന്നുന്നുണ്ട്. ഉറപ്പാണ് വീഡിയോ നല്ല ലോങ് ആണ് വീഡിയോ. നമുക്ക് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിടാം. അടുത്ത വീഡിയോയിൽ നമുക്കൊരു ഷെൽട്ടർ തന്നെ, നമ്മുടെ ചിക്കൻ ഫാം ഇവിടെ ചിക്കൻ ഫാം അത്രയും നൈസ്. ഇത് മൈൻക്രാഫ്റ്റ്, ഇത് ക്രാഫ്റ്റിങ്ങിൻ്റെ ബിൽഡിങ്ങിൽ കിട്ടുമോ ഓടാ ഒരു സെറ്റപ്പ് ഉണ്ടോ എൻ്റെ പൊന്നും. ഇത്രയും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക പ്ലീസ്. നിങ്ങൾ ഒരു കാലൊടിച്ചിട്ട് കാര്യം പറയുന്നത് ഒന്ന് ഷെയർ ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക. എൻ്റെ പടച്ചോനെ നീ എൻ്റെ എന്തുവാ മോനെ കുഴപ്പന്നെയാണ്. അത്രയും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ.